എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വിസ ഉണ്ടല്ലോ, UK ഇപ്പോൾ വിസയാണ്, ഇലക്ട്രോണിക് വിസയാണുള്ളത്. എന്ന് വെച്ചാൽ ഡിജിറ്റൽ വിസ. നമ്മൾ ഓൺലൈനിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് വിസ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു സംഭവം എന്ന് വെച്ചാൽ പണ്ട് BRP കാർഡ് ഉണ്ടായിരുന്നു, അതിനൊരു സംഭവമില്ല. അപ്പൊ അങ്ങനെയുള്ള വിസയുടെ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നൂറുകണക്കിന് പൗണ്ട് ഫീസ് വാങ്ങുന്ന ചില സ്ഥാപനങ്ങളെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിന്റെ വേറൊരു തട്ടിപ്പല്ല, അവർ ചെയ്യുന്ന ജോലിക്ക് അമിതമായിട്ടുള്ള കൂലി മേടിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം ഇന്നലെ ഒരു 3 days ബാക്ക് ഒരു ചേട്ടൻ വിളിച്ചു എന്നെ കേംബ്രിഡ്ജിൽ നിന്ന്. എടാ, ഇങ്ങനെ നിന്റെ വീഡിയോ കണ്ടു, എനിക്ക് എന്നെ 4 വിസയുടെ ആപ്ലിക്കേഷൻ ചെയ്യാനുണ്ട്. ഞാനിങ്ങനെ ഏതൊരു വേരുകൾ എന്നൊക്കെ പേരുള്ള ഒരു സ്ഥാപനത്തിൽ അന്വേഷിച്ചായിരുന്നു. അവരുടെ സ്ഥാപനത്തിന്റെ പേര് അങ്ങനെ ഒരു മെനു വരുന്ന ഒരു വേടാണ്. അപ്പൊ ആ സ്ഥാപനത്തിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ 4 ആപ്ലിക്കേഷൻ 750 പൗണ്ട് ആവുമെന്നാണ് പറഞ്ഞത്. മെയിൻ ആപ്ലിക്കേഷനായിട്ട് 250 പൗണ്ടും പിന്നീട് ഉള്ള ഓരോ ആപ്ലിക്കേഷൻ 150 പൗണ്ടും, അങ്ങനെ 750 പൗണ്ടോളം മൊത്തം ആപ്ലിക്കേഷൻ, ഡിജിറ്റലായിട്ടുള്ള വിസയുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വരും, ജസ്റ്റ് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടായി, അതിന്റെ ഒന്നും ആവശ്യമില്ല. ചേട്ടന് കേംബ്രിഡ്ജിലാണെങ്കിൽ എന്റെ വീട്ടിലോട്ട് വരാം, നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്തു തരാം, എന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമുക്ക് അജോ എന്റെ കൂട്ടുകാരൻ, അവൻ ചെയ്ത ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, വിസ എങ്ങനെ ഹൗ ടു റിന്യൂ UK വിസ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ അത് കഴിഞ്ഞിട്ട് അവർ തന്നെ ഓൺലൈനിൽ വിളിക്കുകയും നമ്മൾ എന്നാ പറയുക, വാട്സപ്പിൽ കൂടെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്ത് ആപ്ലിക്കേഷനൊക്കെ പ്രോസസ്സ് എല്ലാം ചെയ്ത് ഇന്നലെ ഇപ്പോൾ അവർക്ക് വിസ ഇത് കിട്ടി. എന്ന് വെച്ചാൽ 3 ദിവസം മുമ്പ് അവർ നമ്മളെ വിളിച്ച് അവരത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് മുഴുവൻ ചെയ്തു. എന്താ പറയണേ, ഇന്നലെ അവർക്ക് വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടി. വിസയുടെ ഷെയർ കോഡ് അവരെടുത്തു. അപ്പോൾ നമുക്ക് ഒരു 2-3 മണിക്കൂർ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ചെയ്യാവുന്ന കാര്യങ്ങൾ ഏജൻസി പോയി നമ്മൾ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് 750 പൗണ്ട് എന്ന് പറഞ്ഞാൽ 75,000 രൂപയോളം ഫീസായി. അപ്പൊ ഇത് എന്തൊരു തീവെട്ടിക്കൊള്ള ആ മനുഷ്യൻ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. അവരുടെ സ്ഥാപനത്തിന്റെ അകത്ത് 1 മണിക്കൂറിന് നമുക്ക് ഒരു 25 രൂപ അല്ല 50 രൂപ, ഒരു നേഴ്സിന് ഇവിടെ 15 പൗണ്ടാണ് ശമ്പളം. അപ്പൊ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു വിസ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യണവർക്ക് മേടിക്കുന്ന ഒരു മര്യാദയില്ലേ? 750 പൗണ്ടൊക്കെ വീതം മേടിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി നിങ്ങൾക്ക് അങ്ങനെ അതിഭീകരമായിട്ടുള്ള ഫീസ് നിങ്ങൾ മേടിക്കുന്ന ഏതെങ്കിലും ഏജൻസികളോ അങ്ങനെ ഒരു ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വിസ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായമൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞുതരാം. വിസ ആപ്ലിക്കേഷൻ ഇതുവരെ റിജക്ഷൻ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പൈസ ഒന്നും മേടിച്ചിട്ടല്ല കേട്ടോ. നമ്മളിതെല്ലാം നമുക്ക് ഫ്രീ ഉള്ള സമയത്ത് നമ്മൾ എന്താ പറയണേ, ഇത് ആരുടെയും കയ്യിൽ നിന്നൊരു വർക്ക് മാർക്കറ്റിംഗോ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ, നിങ്ങൾ പണിതുണ്ടാക്കുന്ന പൈസ മറ്റുള്ളവർക്ക് അനാവശ്യമായിട്ട് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തം ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകാതിരിക്കുക. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.